2026 വിഷു വർഷഫലം കർക്കിടകക്കൂറിൽപ്പെട്ട പൂയ നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു വർഷം വലിയ രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് വിഷുവിനും അതുപോലെ തന്നെ ഓരോ വർഷം തുടങ്ങുമ്പോഴും ഒക്കെ ബുദ്ധിമുട്ടുകളും ധാരാളം പ്രതിസന്ധികളും ഒക്കെ അനുഭവയോഗ്യമാണ്. എങ്കിലും അതിൽ നിന്നുമൊക്കെ കുറേ മാറ്റങ്ങൾ ഈ ഒരു വിഷു വർഷത്തിൽ സംഭവിക്കുന്നുണ്ട്. സ്ട്രഗിൾസ് ഓവർകം ചെയ്യാനായിട്ട്, കഴിഞ്ഞ കുറേ കാലത്തെ സ്ട്രഗിൾസൊക്കെ ഓവർകം ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സഞ്ചാരത്തിന് വേഗത വർദ്ധിക്കുന്ന ഒരു കാലമാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കും പെരുമാറ്റത്തിനും കാര്യങ്ങൾക്കുമൊക്കെ ഒരു വേഗതയുണ്ടാകുന്ന ഒരു വർഷമാണ്. മാറ്റങ്ങളെ തിരിച്ചറിയാനായിട്ട് വൈകരുത്. എൻ്റെ ജീവിതം എന്നും കൊന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതുകൊണ്ട് എന്ത് ചെയ്താലും നേരെയാവില്ല എന്ന് ചിന്തിക്കരുത്. മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായതുകൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ രീതികൾ അവലംബിക്കുന്നത് നന്നായിരിക്കും. ഒരു സമാധാനവും ഐക്യവും ഒക്കെ സന്തോഷവും ഒക്കെ വരുന്ന ഒരു കൊല്ലം തന്നെയാണ്, ഒരു വർഷമാണ് ഈ വിഷു എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും അതുമൂലം ഉയർച്ചയും തൊഴിൽ രംഗത്ത് നേട്ടങ്ങളും ആദായവും സാമ്പത്തിക അനുഭവവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അനുകൂലമായിട്ടുള്ള സമയമാണ് ബിസിനസ്സുകാർക്ക്. ബിസിനസ് രംഗത്തുള്ളവർക്കും അതുപോലെ പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ളവർക്കും ഒക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. അതുമൂലം കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ധാരാളം പണച്ചിലവുകളൊക്കെ വരുന്നത് കൊണ്ട് 2-3 സ്രോതസ്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പണം കണ്ടെത്തേണ്ടതായിട്ടൊക്കെ വന്നു ചേരുന്നുണ്ട്. ആരോഗ്യ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഈ വർഷം പൊതുവിൽ ബുദ്ധിമുട്ടായിട്ടുള്ള പല പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യാനായിട്ട്, ഇതുവരെ നമുക്ക് തരണം ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണവും കൊണ്ട്, നമ്മുടെ ആ ഒരു സഞ്ചാര വേഗതയും കൊണ്ട് നമുക്കതൊക്കെ മാറ്റിവെച്ച് പുതിയ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനും അതിൽ നിന്ന് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ നമുക്ക് വർഷാവസാനത്തോടുകൂടി കൈവരിക്കാനൊക്കെ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹന ലാഭം പ്രതീക്ഷിക്കാം. പരീക്ഷാദികളിലൊക്കെ വിജയം കുട്ടികൾക്കുണ്ടാകുന്നതാണ്. നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയുന്നതിനും കൂടുതൽ ഗുണാധിക്യത്തിനുമായിട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പക്കപ്പിറന്നാളിൽ പാൽപ്പായസം കഴിക്കുന്നതും തൃക്കൈ വെണ്ണ അതുപോലെ ത്രിമധുരം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇവയൊക്കെ നിരന്തരമായിട്ട് നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും സാധിക്കുമെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ഭാഗ്യസൂക്ത പാരായണവും ശ്രീസൂക്തമൊക്കെ പാരായണം ചെയ്യുന്നത് നിങ്ങളുടെ കൂടുതൽ നേട്ടങ്ങൾക്ക് നന്നായിരിക്കും.